Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. So we are continuing the same chapter of SCRT textbook. അപ്പം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നതാണ്. ആ പീരിയോഡിക് ടേബിൾ എന്നതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ ചാപ്റ്ററിലോട്ട് അങ്ങ് കടക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പീരിയോഡിക് ടേബിൾ എന്തിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പം ഈ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ, എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ, അറ്റോമിക നമ്പർ കൂടുന്ന ക്രമത്തിലാണ് പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ, അതായത് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോഡിയം എന്ന ഒരു എലമെന്റ്, അതായത് മൂലകം തന്നിട്ട് അതിന്റെ പീരീഡ്, ഗ്രൂപ്പ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോണിക് വിന്യാസം എഴുതി സോഡിയം എന്ന എലമെന്റിന്റെ പീരീഡും ഗ്രൂപ്പും കണ്ടെത്തുക എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 9th നിങ്ങൾ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം സോഡിയം എന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 11. സോഡിയം എന്ന എലമെന്റ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. അപ്പം മെയിൻ ഷെൽ വൈസ് ആണ് നമ്മൾ ഇത്രയും നാൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരുന്നതെങ്കിൽ മെയിൻ ഷെൽ വൈസ് 2, 8, 1 ആണല്ലോ. ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം എന്ന് പറയുന്നത് 2, 8, 1 എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എത്ര? ഗ്രൂപ്പ് നമ്പർ 1 ആണല്ലോ. സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി പീരീഡ്, അപ്പൊ നമ്മൾ ഷെല്ല് എണ്ണി നോക്കും, എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അപ്പൊ പീരീഡ് ഏതാണ്? 3. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 11. അറ്റോമിക നമ്പർ എപ്പോഴും എന്തിന് തുല്യമായിരിക്കും? ഇലക്ട്രോൺസിന് തുല്യമായിരിക്കും ആണല്ലോ. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 1 എന്നതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1ഉം പീരീഡ് 3ഉമാണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ദെൻ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ട്, മെറ്റൽ ഓർ നോൺ മെറ്റൽ. അപ്പം ഈ ഗ്രൂപ്പ് 1ലാണ് എലമെന്റ് എങ്കിൽ നമുക്കറിയാം അത് എന്താണ്, മെറ്റൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പീരിയോഡിക് ടേബിളിനകത്ത് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തപ്പം ഓരോ ഗ്രൂപ്പിനും എന്ത് പ്രത്യേകം പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസും, അത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ ട്രാൻസിഷൻ എലമെന്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാം? പീരിയോഡിക് ടേബിളിന്റെ ബേസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഗ്രൂപ്പ് 1നകത്താണെങ്കിൽ അത് എന്ത് തന്നെയാണ്? മെറ്റല് ആണ്. ദെൻ അനലൈസ് ആൻഡ് അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ആ ഒരു, അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ് അത് നോൺ മെറ്റൽ ആണോ മെറ്റൽ ആണോ, അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളും കൂടിയാണ് എന്ത്, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് ആണല്ലോ. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ആൻ എലമെന്റ് അല്ലെങ്കിൽ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. സബറ്റോമിക് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ആണ് ഏതൊക്കെ? അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സബറ്റോമിക ഘടകങ്ങളാണ് ഏതൊക്കെ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവർക്ക് എന്തുണ്ട്? ചാർജ് ഒക്കെ ഉണ്ട്, ചാർജ് ഇല്ലാത്ത ഗണവും ഉണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി സബറ്റോമിക് പാർട്ടിക്കിൾ അല്ലെ. നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിന്റെ ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. അപ്പം ഒരു ആറ്റത്തിന്റെ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നതാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. ഇനി ഇലക്ട്രോൺസ് കാണുന്നത് ഓർബിറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഓർബിറ്റൽസിലാണ് എന്തിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോട്ടോണും ന്യൂട്രോൺസും എന്തിനുള്ളിലായിരിക്കും? ന്യൂക്ലിയസിനുള്ളിലാണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും കാണപ്പെടുന്നത്.
ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയസ് അതിന് പുറത്താണ് നമ്മൾ എന്ത് ഇലക്ട്രോൺസ് കാണുന്നത്. ഈ ഇലക്ട്രോൺസ് നമ്മൾ എന്തില് ഷെല്ലിൽ അല്ലെങ്കിൽ ഓർബിറ്റൽസിലാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ബേസിൽ നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ഇത് ന്യൂക്ലിയസ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ന്യൂക്ലിയസിൽ നിന്ന് ഫസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരത്തെക്കാൾ കൂടുതലാണ് സെക്കൻഡ് ഷെല്ലിലേക്കുള്ള ദൂരം, അല്ലെ? അപ്പം ഷെല്ലിങ്ങനെ KLMN എന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് K, രണ്ടാമത് വരുന്നത് L, M, N, ഇങ്ങനെ അതിന്റെ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിൽ നിന്ന് എന്ത് ചെയ്യും, കൂടി കൂടി പോകും. അപ്പം ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുകയും ഇലക്ട്രോൺസിന്റെ എനർജി എന്ത് ചെയ്യുന്നു, കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാം. ഈ ഡിസ്റ്റൻസിൽ നിന്നുള്ള ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസും ന്യൂക്ലിയസുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. എന്നാൽ ഇലക്ട്രോൺസിന്റെ എനർജി എന്ത് ചെയ്യും, കൂടുകയും ചെയ്യുന്നു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു, ഇലക്ട്രോൺസിന്റെ എനർജി കൂടുന്നു. ദെൻ എന്ന് പറയുന്നത് നമുക്ക് ലിഥിയം എന്നൊരു എലമെന്റ് അതിൽ തന്നിട്ട് കെയിൽ എത്ര, എല്ലിൽ എത്ര എന്നിങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 3. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 അപ്പൊ കെയിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2. അപ്പൊ കെയ്ക്ക് മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ കെയിൽ നിങ്ങൾ എത്ര ഇലക്ട്രോൺസ് കൊടുക്കും, കെയില് 2 ഇലക്ട്രോൺസ് കൊടുക്കും. അപ്പൊ 3ൽ നിന്ന് 2 പോയി, പിന്നെ എത്ര എണ്ണേ ഉള്ളൂ, 1. അപ്പൊ നിങ്ങൾ എല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊടുക്കും, 1 ആണല്ലോ. ഇനി നമുക്ക് ഓൾറെഡി മുന്നേ ഒരു കാര്യം അറിയായിരിക്കും, ഈ KLMN എന്നിങ്ങനെയുള്ള മെയിൻ ഷെൽസിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കെയില് 2, കെയില് 2, എല്ലില് 8, എമ്മില് 18, എന്നില് 32. ഇത് ഇങ്ങനെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കാം. അപ്പം ആ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² എന്നതാണ് ഇക്വേഷൻ. ഓക്കെ, 2n². ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും അല്ലെങ്കിൽ ഒക്കുപ്പൈ ചെയ്യും എന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അത് മുന്നോട്ട് വരുന്ന ആ ഒരു ഇതില് എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. എന്നാലേ അതെന്ത് ആകത്തുള്ളൂ, ക്ലിയർ ആകത്തുള്ളൂ. അപ്പം ഇനി സെക്കൻഡ് നമുക്കൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്, സോഡിയം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. അപ്പൊ ഫസ്റ്റ് കെയിൽ എത്ര ഇലക്ട്രോൺസ് കൊടുക്കാം, 2. പോയിട്ട് ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 9 ഇലക്ട്രോൺസും കൂടി ഉണ്ട്, അല്ലെ? അപ്പം എല്ലില് മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ്. അപ്പം 8 ഇലക്ട്രോൺസ് എല്ലില് കൊടുത്തു. എമ്മിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് കൊടുക്കാൻ, 1. കൊടുത്തു കഴിഞ്ഞല്ലോ, 2, 8, 1. 8 2 10, 1 11. ദെൻ നെക്സ്റ്റ് ആർഗൺ എന്നൊരു എലമെന്റ് തന്നിട്ടുണ്ട്. ആർഗന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 18. ഓക്കെ, ആർഗന്റെ അറ്റോമിക് നമ്പർ 18. അങ്ങനെയാണെങ്കിൽ കെയില് 2, എല്ലില് 8, 8 2 എത്രയായി, 10. ഇനി എത്ര ഇലക്ട്രോൺസും കൂടെ ഉള്ളൂ കൊടുക്കാൻ, 8 ഇലക്ട്രോൺസും കൂടെ ഉള്ളു. അപ്പൊ നിങ്ങൾ എമ്മിൽ എത്ര ഇലക്ട്രോൺസ് കൊടുക്കും, 8 ഇലക്ട്രോൺസ് കൊടുക്കും. അപ്പം ഈ എം എന്ന ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊടുക്കാം, 18 ഇലക്ട്രോൺസ് കൊടുക്കാം, അല്ലെ? ഇവിടെ ഈ ആർഗൺ എന്ന എലമെന്റിന്റെ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 8. ഇത് രണ്ടും 2 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എം എന്ന സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും, അതിന്റെ ആൻസർ എത്രയാണ്, 18. ദെൻ in the case of argon, how many electrons are there in M subshell എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്, 8 ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നമ്മള് മെയിൻ ഷെല്ല് വൈസ് ആണ് എഴുതിയത്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് പൊട്ടാസ്യം. ഓക്കെ, ആർഗൺ 18, പൊട്ടാസ്യം 19. ഈ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതുന്ന ഒന്ന് ശ്രദ്ധിക്കാം, 2 8 8 1. ഓക്കെ, 2 8 8 1 ആണ് എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, പൊട്ടാസ്യത്തിന്റെ. 2 8 8 1. അപ്പൊ നോക്കാം ഏതൊക്കെ ഷെല്ല് വന്നിട്ടുണ്ട്, കെ എൽ എം എന്നും കൂടെ വന്നിട്ടുണ്ട്, അല്ലെ? എൻ എന്നൊരു സബ് ഷെല്ലും കൂടെ അവിടെ വന്നു. മാക്സിമം എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ പൊട്ടാസ്യത്തിന്, 19 ഇലക്ട്രോണേ ഉള്ളൂ. ഈ എം എന്നൊരു ഷെല്ലിൽ മാക്സിമം ഒക്കെ എത്ര ഇലക്ട്രോൺസ് കൊടുക്കാമായിരുന്നു, 18 ഇലക്ട്രോൺസ് കൊടുക്കാം. എന്നിട്ടും നമ്മൾ ഈ പൊട്ടാസ്യത്തിനകത്ത് എം എന്ന സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ കൊടുത്തുള്ളൂ, 8 ഇലക്ട്രോണേ കൊടുത്തുള്ളൂ. അടുത്ത ഇലക്ട്രോണിനെ നമ്മൾ എൻ എന്നുള്ള സബ് ഷെല്ലിലാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ഈ എം എന്നുള്ള ഷെല്ലിൽ ആ ഇലക്ട്രോണിനെ കൊടുക്കാതെ എൻ എന്നുള്ള ഷെല്ലിൽ ആ ഇലക്ട്രോണിനെ കൊടുത്തു? അത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും, ഒരു സംശയം ഉണ്ടാകും. എന്തുകൊണ്ട് എമ്മില് കൊടുക്കാണ്ട് അത് എന്നില് കൊടുത്തു?
അപ്പം അതിന്റെ റീസൺ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ഷെല്ലുകളെല്ലാം അറിയാലോ. മെയിൻ ഷെല്ലുകളെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. KLMN ഇതാണ് എന്ത് മെയിൻ ഷെല്ലുകൾ എന്ന് പറയുന്നത്. KLM എന്നതാണ് മെയിൻ ഷെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ മെയിൻ ഷെല്ലുകൾക്ക് മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു അല്ലെ. മെയിൻ ഷെല്ലുകളിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് മെയിൻ ഷെല്ലുകൾ ഒന്ന് എഴുതാം. KLMN ആണല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു ന്യൂക്ലിയസ് വരയ്ക്കാൻ എഴുതാം. ന്യൂക്ലിയസ്, അതിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഷെല്ല് ഏതാണ്? K ആണല്ലോ. അപ്പം ഫസ്റ്റ് ഷെല്ല് K, അതായത് Kയുടെ ഷെൽ നമ്പർ എത്രയാണ്? 1 ആണല്ലോ. അപ്പൊ Kയുടെ ഷെൽ നമ്പർ 1. നമ്മൾ സെക്കൻഡ് വരയ്ക്കുന്ന ഷെല്ല് ഏതാണ്? L. അപ്പം L എത്രാമത്തെ ഷെല്ലാ? രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പം എല്ലിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 2. ഇനി മൂന്നാമത് വരയ്ക്കുന്ന ഷെല്ല് ഏതാണ്? M ആണല്ലോ. മൂന്നാമത്തെ ഷെല്ലാണ് M. അപ്പൊ അതിന്റെ ഷെൽ നമ്പർ 3. ഇനി അടുത്ത വരയ്ക്കുന്ന ഷെല്ലാണ് ഏത്? N എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ ഷെല്ലാണ് ഏത്? N എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഷെൽ നമ്പർ 4. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു മെയിൻ ഷെല്ലിൽ എത്ര വരും എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇക്വേഷൻ എന്തായിരുന്നു? 2n². ഓക്കെ, 2n². ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ. അപ്പം ഈ n എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്മോൾ ലെറ്റർ n എന്ന് വെച്ചാല് ഷെൽ നമ്പർ. ഓക്കെ, ഷെൽ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്. ഈ n എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 2n² is the equation to find out maximum number of electrons in a particular shell. ഓക്കെ, ഒരു ഷെല്ലില് എത്ര മാക്സിമം ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും, അതായത് മെയിൻ ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇക്വേഷൻ ആണ് 2n² എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് n എന്ന് വെച്ചാൽ എന്താണ്? ഷെൽ നമ്പർ. ഓക്കെ, n എന്ന് വെച്ചാല് ഷെൽ നമ്പർ ആണ്. അപ്പൊ K ന്റെ ഷെൽ നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലാണ് K, അതുകൊണ്ട് അതിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 1. ഓക്കെ, 1 is the shell number of K. Then സെക്കൻഡ് ഷെല്ലാണ് L. അപ്പം L സെക്കൻഡ് ഷെൽ മീൻസ് ഷെൽ നമ്പർ ഓഫ് L is 2. Then തേർഡ് വൺ ആണ് M. അപ്പൊ M ന്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3. ദെൻ ലാസ്റ്റ് വൺ ആണ് N എന്ന് പറയുന്നത്. N ന്റെ ഷെൽ നമ്പർ 4. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ ഷെൽ നമ്പർ എന്ത് ചെയ്യാൻ പോവാ? ഷെൽ നമ്പറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പം N എന്ന് വെച്ചാൽ എന്താണ്? ഓർത്തു വെക്കുക, ഷെൽ നമ്പർ. അപ്പം ഫസ്റ്റ് ഷെല്ലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് K ആണല്ലോ. K എന്നതിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 1 ആണല്ലോ. ഇനി നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 ഇൻറ്റു അപ്പം N ഇവിടുത്തെ എത്രയാണ്? 1. 1ന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 1. അപ്പൊ മാക്സിമം എത്ര ഇലക്ട്രോൺസ് നമുക്ക് Kയിൽ ഉൾക്കൊള്ളും അല്ലെങ്കിൽ Kയിൽ ഒക്കുപ്പൈ ചെയ്യും? 2. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ K എന്ന് പറയുന്നത് എത്രയാണ്? 2. പിന്നെ അത് കണ്ടെത്താൻ നമ്മളെ സഹായിച്ച ഇക്വേഷൻ ഏതാണ്? 2n² is the equation. Then ഇനി നമ്മള് സെക്കൻഡ് ഷെൽ എടുക്കാണ്. സെക്കൻഡ് ഷെൽ ഏതാണ്? L. Lന്റെ ഷെൽ നമ്പർ എത്ര? 2 ആണല്ലോ. നമ്മൾ ഇക്വേഷൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ. അപ്പം 2 ഇൻറ്റു 4. അപ്പൊ 4 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 8. അപ്പം Lല് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 8. ഓക്കെ, Kയില് മാക്സിമം ഈ നമ്മൾ ബോക്സ് ഞാൻ വരച്ചിടുന്നത് അവരുടെ ഷെൽ നമ്പേഴ്സ് ആണ്. Kയുടെ ഷെൽ നമ്പർ 1, Lന്റെ ഷെൽ നമ്പർ 2, Mന്റെ ഷെൽ നമ്പർ 3. ഇനി Kയിൽ നമ്മൾ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് Kയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണെന്ന് കണ്ടെത്താൻ സാധിച്ചു? 2. ഇപ്പൊ Lൽ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 8. ഇനി നമ്മൾ തേർഡ് ഷെൽ അതായത് M ഷെൽ എടുക്കാൻ പോവാണ്. Mന്റെ ഷെൽ നമ്പർ എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 3യുടെ സ്ക്വയർ. N എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഷെൽ നമ്പർ. അപ്പം 2 ഇൻറ്റു 3യുടെ സ്ക്വയർ എത്ര വരും? 9 is equal to 9 into 2 18. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ M ഷെൽ ഏതാണ്? 18. ഓക്കെ, അപ്പൊ N എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെൽ നമ്പർ. ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് ഷെൽ എന്ന് പറയുന്നത്. ഫോർത്ത് ഷെൽ ഏതായിരുന്നു? N ന്റെ ഷെൽ നമ്പർ 4 ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു 4ന്റെ സ്ക്വയർ. അപ്പം 2 ഇൻറ്റു 16 is equal to എത്ര വരണം? 32. ഓക്കെ, അപ്പം നമ്മള് മെയിൻ ഷെല്ലുകളും അതിനകത്ത് ഇലക്ട്രോൺസും നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² is the equation. Then N എന്ന് വെച്ചാൽ എന്താണ്? ഷെൽ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? N എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Kയുടെ ഷെൽ നമ്പർ 1,
L-ന്റെ ഷെൽ നമ്പർ 2, M-ന്റെ ഷെൽ നമ്പർ 3, N-ന്റെ ഷെൽ നമ്പർ 4. We need to submit the value of in that equation and then we can find out the value, means maximum number of electrons in particular shells. അപ്പം ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2n square is the equation to find out maximum number of electrons in main shells. ഇനി ഈ കെയുടെ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ കാര്യം പറഞ്ഞാലേ നമ്മൾ ഇത്രയും വലിയൊരു കാര്യത്തിലോട്ട് എത്തിയത്. അപ്പം കെയില് അപ്പം നമ്മളിവിടെ കണ്ടെത്തി കെയില് 2, L-ൽ 8, M-ൽ 18, N-ൽ 32. ഇത് നമുക്ക് ആ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എടുത്തെഴുതാം. പൊട്ടാസ്യം 2, 8, 8, 1 ആണല്ലോ. അപ്പം തേർഡ് ഷെൽ ഏതാണ്? M ആണ് തേർഡ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം ഇത് K ആണ്. നെക്സ്റ്റ് എന്താ? L, M, N. നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. M-ൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 18 എണ്ണം. 18 ഇലക്ട്രോൺസ് കൊള്ളാവുന്ന M എന്ന ഷെല്ല് ഉണ്ടായിട്ടും നമ്മള് അതിനെ അവിടെ കൊടുക്കാണ്ട് N എന്നതിൽ കൊടുത്തു. എന്തുകൊണ്ട്? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇനി അതിനെ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ മെയിൻ ഷെൽസിനും എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ട്. മെയിൻ ഷെൽസിന് എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ട്. ഈ സബ് ഷെൽ എന്ന് പറയുന്നത് 4 സബ് ഷെല്ലാണുള്ളത്. S, P, D, F. ഓക്കെ, 4 സബ് ഷെല്ലുകളാണുള്ളത്. S, P, D, F. അപ്പൊ നമ്മുടെ മെയിൻ ഷെല്ലുകളൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എടുത്തെഴുതാം. അപ്പൊ മെയിൻ ഷെൽ എന്ന് പറയുന്നത് KLMN ആണല്ലോ. KLMN. ഇതാണ് എന്ത്? നമ്മുടെ മെയിൻ ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി അവരുടെ സബ് ഷെല്ലുകൾ. കെയുടെ ഷെൽ നമ്പർ എത്രയാണ്? 1, L-ന്റേത് 2, M-ന്റേത് 3, N-ന്റേത് 4. ഇതാണ് അവരുടെ ഷെൽ നമ്പർ. ഇനി കെയുടെ സബ് ഷെൽ ആണ് S. മൊത്തത്തിൽ നമ്മൾ ഏതൊക്കെ സബ് ഷെൽ പറഞ്ഞു? S, P, D, F. എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. F, D, F. ഇതാണ് നമ്മുടെ സബ് ഷെൽസ് എന്ന് പറയുന്നത്. ഇനി കെ എന്നതിനകത്ത് നമ്മൾ എത്ര ഇലക്ട്രോൺസ് എന്നാ പറഞ്ഞത്? മാക്സിമം 2 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പം ഇവിടുത്തെ കെ എന്ന സബ് ഷെല്ലിന് കെ എന്ന മെയിൻ ഷെല്ലിന് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, S. ഓക്കെ, കെക്ക് ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, S. ഇനി എല്ലാ മെയിൻ ഷെൽസിനും ഉള്ള ഒരു സബ് ഷെല്ലും കൂടിയാണ് എന്തെന്ന് പറയുന്നത്? S എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തേലും എന്തുണ്ട്? S ഉണ്ട്. മൂന്നാമത്തതിനും S ഉണ്ട്. നാലാമത്തതിനും S ഉണ്ട്. ഓക്കെ ആണേ. ഇനി അടുത്ത സബ് ഷെല്ലാണ്. അപ്പം രണ്ടാമതൊരു സബ് ഷെൽ പറഞ്ഞു P. അപ്പം L-ന് വരുന്ന രണ്ടാമത്തെ സബ് ഷെല്ലാണ് P. S-ഉം P-യും. ഓക്കെ, S-ഉം P-യും. അപ്പം എല്ലാ പിന്നീട് വരുന്ന 3ഉം 4ഉം ഷെല്ലുകൾക്കും ഏത് സബ് ഷെല്ലുണ്ട്? S, P. ദെൻ തേർഡ് സബ് ഷെല്ലാണ് D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും ഉണ്ട് D. ലാസ്റ്റ് ഒരു സബ് ഷെല്ലും കൂടെ ഉണ്ട് F. ടോട്ടലി 4 സബ് ഷെല്ലുകളാണുള്ളത്. S, P, D, F. ഇനി നമ്മൾ ഈ എടുത്തതിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മെയിൻ ഷെൽസിനും വരുന്ന ഒരു സബ് ഷെല്ലാണ് ഏത്? S എന്ന് പറയുന്നത്. എല്ലായിടത്തും വരുന്ന ഒരു സബ് ഷെല്ലാണ് S എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എല്ലായിടത്തും ഏത് സബ് ഷെല്ലുണ്ട്? S എന്നൊരു സബ് ഷെല്ലുണ്ട്. ഇനി ഇപ്പം ഈ സബ് ഷെല്ലുകൾ ഓർത്തു വെക്കുക. S, P, D, F. ഇപ്പം മെയിൻ ഷെല്ലുകൾ K, L, M, N എന്നാണ് മെയിൻ ഷെല്ല്. സബ് ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ S, P, D, F. ഇനി കെയുടെ സബ് ഷെൽ ഏത് മാത്രമേ ഉള്ളൂ? S മാത്രമേ ഉള്ളൂ. ഏതിന്റെ സബ് ഷെല്ലായിട്ട്? കെക്ക് സബ് ഷെല്ലായിട്ട്. L എന്നതിന്റെ സബ് ഷെല്ലുകളാണ് S-ഉം P-യും. ഓക്കെ, L എന്നതിന്റെ സബ് ഷെല്ലാണ് S-ഉം P-യും. ദെൻ തേർഡ് വൺ ആണ് M. M-ന്റെ സബ് ഷെല്ലുകളാണ് S, P, D. M-ന്റെ സബ് ഷെല്ലുകളാണ് S, P, D. ഇനി N-ന്റെ സബ് ഷെല്ലുകളാണ് S, P, D, F. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നമുക്കറിയാലോ. കെയില് 2, L-ൽ 8, M-ൽ 18, N-ൽ 32. ഇനി കെയില് 2 എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് പറയാം S-ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. എല്ലായിടത്തും S-ൽ അപ്പൊ എത്ര ഇലക്ട്രോൺസേ വരൂ? 2 ഇലക്ട്രോൺസേ വരത്തുള്ളൂ. 2. അപ്പൊ നോക്കാം, കെയിലെ മാക്സിമം ഇലക്ട്രോൺസ് നമ്മൾ S-ന് കൊടുത്ത് ഫില്ല് ചെയ്ത്. ഇനി അവിടെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. ഇനി നമ്മള് L എന്നുള്ള സബ് ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസ് S-ന് കൊടുത്തു. മൊത്തത്തിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺസ് S-ന് കൊടുത്തെങ്കിൽ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത്. ബാലൻസ് 6 ഇലക്ട്രോൺസ്. എന്ന് വെച്ചാൽ P-യിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര തന്നെയാണ്? 6. അപ്പം രണ്ടാമത്തേലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6. ഇവിടെയും നമ്മൾ 6 കൊടുത്തു. അപ്പം ഇവിടുത്തെ മൊത്തം ഇലക്ട്രോൺസിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞില്ലയോ? ഇവിടെ 2, 6 എത്രയായി? 8. അപ്പൊ കെയും എല്ലും
കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി കഴിഞ്ഞു. ഇനി തേർഡ് ഷെൽ ഏതായിരുന്നു? എമ്മിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? 18. അപ്പം 2 എണ്ണം എസിന് കൊടുത്തു, 6 എണ്ണം പിക്ക് കൊടുത്തു. 6 × 2 8. പോയിട്ട് ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 10. ആ 10 ഇലക്ട്രോൺസ് ആർക്ക് കൊടുക്കും? ഡിക്ക് കൊടുക്കും. 10 ഇലക്ട്രോൺസും ഡിക്ക് കൊടുക്കും. 10 + 6 + 2 18. ഇനി നെക്സ്റ്റ് ഷെല്ലാണ് N എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എസിന് 2 കൊടുത്തു, പിക്ക് 6 കൊടുത്തു, ഡിക്ക് അപ്പൊ എത്ര കൊടുക്കണം? 10. ഇനി അപ്പൊ എത്ര ആയി? 18 ആയി. പിന്നെ ബാക്കി എത്ര കൂടെ ഉണ്ട്? ഒരു 14 എണ്ണം കൂടെ ഉണ്ട് അല്ലെ? ആ 14 എണ്ണം ആർക്ക് കൊടുക്കും? എഫിന് കൊടുക്കും. അപ്പൊ മാക്സിമം ഇലക്ട്രോൺസ് നമ്മൾ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എസില് മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയില് മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയില് മാക്സിമം 10 ഇലക്ട്രോൺസ്, എഫില് മാക്സിമം 14 ഇലക്ട്രോൺസ്. മെയിൻ ഷെല്ലുകൾ എന്ന് പറയുന്നത് കെ, എൽ, എം, എൻ ആണ് മെയിൻ ഷെല്ലുകൾ. ഇനി സബ് ഷെൽ എന്ന് പറയുന്നത് ഇപ്പം എസ്, പി, ഡി, എഫ്. എല്ലാ മെയിൻ ഷെൽസിനും വരുന്നൊരു സബ് ഷെൽ എന്ന് പറയുന്നത് എസ് മാത്രമാണ്. എല്ലാ മെയിൻ ഷെൽസിനും വരുന്നൊരു സബ് ഷെല്ല് എസ് ആണ്. എസ്സിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2. ഇനി എൽ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന്റെ സബ് ഷെല്ലുകൾ എസും പിയും. ഈ എല്ലില് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആണ്. അതിൽ 2 എണ്ണം എസിനും 6 എണ്ണം പിക്കും. ദെൻ തേർഡ് സബ് ഷെൽ എന്ന് പറയുന്നത് എം ആണ്. എമ്മില് എസ്, പി, ഡി 3 സബ് ഷെല്ലുകളാണുള്ളത്. എസില് 2, പിയിൽ 6, ഡിയില് 10. ഇനി എൻ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകളുണ്ട്. എസ്, പി, ഡി, എഫ്. എസില് 2, പിയിൽ 6, ഡിയില് 10, എഫില് 14. ഇനി ഇവർക്ക് പേര് കൊടുക്കുന്ന എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പം കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലാണല്ലോ. അപ്പം 1 അതിന്റെ എസ് ആണ് അല്ലെ? 1s. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ പറയണം? 1s. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 1sൽ കൊടുക്കാൻ? 2. അപ്പൊ നമ്മൾ എന്താ പേര് കൊടുക്കുന്നത്? 1s2. ഇനി രണ്ടാമത്തെ ഷെൽ ഏതാണ്? L ആണല്ലോ. അപ്പൊ അതിന്റെ നമ്പർ എന്താ? 2. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 2s. ഓക്കെ, 2s2. അപ്പൊ 2ന്റെ തന്നെയല്ലേ ആ പിയും, അല്ലെങ്കിൽ എൽ എന്നുള്ള മെയിൻ ഷെല്ലിന്റെ സെക്കൻഡ് സബ് ഷെൽ ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ അതിന് നമ്മൾ പേര് എന്ത് കൊടുക്കണം? 2p. ഓക്കെ, 2p. എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളും? 6. അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ ഷെല്ല് കെ ആയതുകൊണ്ട് അതിന്റെ സബ് ഷെല്ല് എസ്, പേര് 1s. മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊടുക്കാം? 2. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ പറയും? 1s2. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെല്ലുകളുണ്ട്. അതായത് 2s ഉണ്ട്, 2pയും ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിന്റെ സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? 3s, 3p, 3d. നാലാമത്തതോ 4s, 4p, 4d, 4f. ഇങ്ങനെയാണ് നമ്മൾ അവരുടെ പേരുകൾ പറയുന്നത്. ഇനി ഇലക്ട്രോൺസ് കൊടുക്കുന്നത് എത്ര ഇലക്ട്രോൺസ് ആ എലമെന്റിനുണ്ടോ അതനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇലക്ട്രോൺസ് കൊടുക്കും. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ഇലക്ട്രോൺസിനെ വാരി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഒന്ന് ഓർക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് പാടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു പാടും തന്നെ ഇല്ല. ഇനി അപ്പൊ നമ്മള് മെയിൻ ഷെല്ലുകൾ പറഞ്ഞു, സബ് ഷെല്ലുകൾ പറഞ്ഞു. മെയിൻ ഷെൽ ഏതൊക്കെയായിരുന്നു? കെ, എൽ, എം, എൻ എന്നതാണ് മെയിൻ ഷെല്ലുകൾ. സബ് ഷെല്ലുകൾ എസ്, പി, ഡി, എഫ്. പിന്നെ ഇതിനകത്ത് ഇലക്ട്രോൺസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഓരോ എലമെന്റ്സിനും ഇലക്ട്രോൺസ് കൊടുക്കുന്നത് എന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്